നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM ഓഫീസുകൾ ബലാത്സംഗ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുമുന്നണിയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും രമേശ് ചെന്നിത്തല. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 23-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയതായും കളക്ടർ. സർവകലാശാലയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും സെന്റർ ഫോർ ജെറന്റോളജിയും പരവനടുക്കം ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹ്യ സേവനത്തിന്റെയും നന്മയുടെയും പാഠങ്ങൾ പകർന്നു നൽകിയ പരിപാടി അന്തേവാസികൾക്ക് നവ്യാനുഭവമായി മാറി. റിയാസ് മൗലവി വധത്തിന് 2ാം വാർഷിക ദിനം. മുസ്ലിം യൂത്ത് ലീഗ് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കാസർഗോഡ് താലൂക്ക് BD ലേബർ യൂണിയൻ CITU തൊഴിലാളികളുടെ കുടുംബസംഗമം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനമായി. 9 നാളുകളിലായി നടന്ന ആഘോഷം പൂരം കുളിയോടെ സമാപിച്ചു. വാർത്തകൾ വിശദമായി. CPM ഓഫീസുകൾ ബലാത്സംഗ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നേരത്തെ തിരുവല്ലയിലും ഓച്ചിറയിലും ഇപ്പോൾ ചെറുപുള്ളശ്ശേരിയിലും CPM ഓഫീസുകളിൽ യുവതികളെ പീഡിപ്പിച്ച സംഭവം പുറത്തുവന്നത് ഇതാണ് തെളിയിക്കുന്നത്. ഇടതുമുന്നണിയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും രമേശ് ചെന്നിത്തല കാസർഗോട്ട് പറഞ്ഞു. ചെറുപ്പുളശ്ശേരിയിലെ CPM പാർട്ടി ഓഫീസിൽ യുവതി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. CPMന്റെ ഓഫീസുകൾ ബലാത്സംഗ കേന്ദ്രങ്ങളാകുന്നുവെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. CPM ഓഫീസുകൾ ഇപ്പോൾ ബലാത്സംഗ കേന്ദ്രങ്ങളായി മാറുന്നു എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അടുത്ത കാലത്തായി നടന്ന സംഭവങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട് നടന്നത്. കാസർഗോട്ട് UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായ വിവാദങ്ങൾ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ണിത്താൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഇന്ന് ഞാൻ എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം സുനിശ്ചിതമാണ്. എല്ലാ പ്രവർത്തകരും നേതാക്കളും UDFിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും. BJPയുമായി 5 സ്ഥലങ്ങളിൽ UDF രഹസ്യധാരണയുണ്ടാക്കിയതെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം അവജ്ഞയോടെ തള്ളിക്കളയുന്നു. ഗീബൽസിയൻ തന്ത്രമാണ് കോടിയേരിയുടേതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ UDFന്റെ സീറ്റുകൾ കുറയ്ക്കാൻ BJPയും ആഗ്രഹിക്കുന്നു, CPMും ആഗ്രഹിക്കുന്നു. ഇന്നലത്തെ കോടിയേരിയുടെ പ്രസ്താവന മുൻകൂർ ജാമ്യമെടുക്കലാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJPയും CPMും ചേർന്ന് UDFന്റെ സീറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കില്ല. ന്യൂസ് ഡെസ്ക് KCN. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. UDFന്റെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത്. കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് ഇവിടെ സ്വച്ഛാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ ആളുകളും മറുഭാഗത്ത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ആളുകളും തമ്മിലുള്ള വിഭാഗം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? എന്ത് തന്നെ തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും
വീണ്ടും 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 ഇവിടെ ആജീവനാന്തം ഞാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് ആ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, KP കുഞ്ഞിക്കണ്ണൻ, സതീശൻ പാച്ചേനി, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, സുബറായി, വിനോദ് കുമാർ പള്ളേൽവീട്, MC ഖമറുദ്ദീൻ, CT അഹമ്മദ് അലി, NA നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു. ഏപ്രിൽ 23-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങൾ അടങ്ങുന്ന ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയതായും കളക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിവരങ്ങൾ, പോളിംഗ് സ്റ്റേഷനുകൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ, സെക്ടറുകൾ എന്നിവയടക്കം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അടങ്ങുന്നതാണ് ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. കാസർഗോഡ് ജില്ലയിൽ 9,86,172 വോട്ടർമാരും കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിലായി 3,38,215 വോട്ടർമാരുമുണ്ട്. ആകെ 13,24,387 വോട്ടർമാരാണ് പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. മാർച്ച് 25 വരെയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷകൾ നൽകാവുന്നതാണ്. 28 മുതൽ ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും. വരണാധികാരിയായി ജില്ലാ കളക്ടർ മുമ്പാകെയോ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ഉപവരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയോ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സ്ഥാനാർത്ഥികൾ സത്യവാങ്മൂലവും നൽകണം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏപ്രിൽ 16, 21 തീയതികളിലായി ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളും ചേർത്ത് ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കാസർഗോഡ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുൻസിയുടെ പരിധിയിലുള്ളത്. അതിൽ കാസർഗോഡ് ജില്ലയിൽ 9,86,272 വോട്ടർമാരും കാസർഗോഡ്, പയ്യന്നൂർ, കല്യാശ്ശേരിയിലെ വോട്ടർമാരും കൂടെ ചേർത്ത് ആകെ ഈ കോൺസ്റ്റിറ്റ്യുൻസിയിൽ, നമ്മുടെ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുൻസിയിൽ 13,24,387 വോട്ടർമാരാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലന പരിപാടി മാർച്ച് 27, 28 തീയതികളിൽ തൃക്കരിപ്പൂർ, പെരിയ എന്നീ പോളിടെക്നിക് കോളേജുകളിലായി നടക്കും. ഏകദേശം 5,228ഓളം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യമായുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസർമാർ, 1ാം പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കാണ് 1ാം ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. 2ാം ഘട്ടത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മുഴുവൻ ജീവനക്കാർക്കും പരിശീലനം നൽകുമെന്നും കളക്ടർ ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. സാമൂഹ്യ സേവനത്തിന്റെയും നന്മയുടെയും പാഠങ്ങൾ പകർന്നു നൽകി കേരള കേന്ദ്ര സർവകലാശാലയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും സെന്റർ ഫോർ ജെറന്റോളജിയും പരവനടുക്കം ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. വാർദ്ധക്യത്തിന്റെ വിരസതകളെയും ഏകാന്തതയും മറികടക്കുവാൻ പ്രത്യേക പരിപാടികൾ ഒരുക്കിയും കൊടും വേനലിൽ ദാഹിച്ചു വലയുന്ന കിളികൾക്ക് ദാഹനീർ നൽകിയും സംഘടിപ്പിച്ച പരിപാടി അന്തേവാസികൾക്ക് നവ്യാനുഭവമായി മാറി. സാമൂഹ്യ സേവനത്തിന്റെ നവപാഠങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഭാഗമായായിരുന്നു നന്മയുടെ സന്ദേശം പകർന്നു നൽകി പരവനടുക്കം വൃദ്ധമന്ദിരത്തിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. കേരള കേന്ദ്ര സർവകലാശാല പെരിയ ക്യാമ്പസിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സെന്റർ ഫോർ ജെറന്റോളജിയുടെയും നേതൃത്വത്തിലായിരുന്നു ആരും തുണയില്ലാത്തവർക്ക് ആശ്വാസവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയത്. അന്തേവാസികളിലെ വാർദ്ധക്യത്തിന്റെ വിരസതകൾ ഇല്ലാതാക്കുവാനും ഏകാന്തതയെ മറികടക്കുവാനും ഉപകരിക്കുന്ന പരിപാടികൾ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. വിദ്യാർത്ഥികളും അധ്യാപകരും അന്തേവാസികളും ചേർന്ന് കൊടും വേനലിൽ ദാഹിച്ചു വലയുന്ന കിളികൾക്ക് ദാഹനീര് നൽകുവാൻ വൃദ്ധസദനം വളപ്പിലെ വിവിധയിടങ്ങളിൽ ദാഹനീർ കുടങ്ങളും സ്ഥാപിച്ചു. നന്മയുടെയും സ്നേഹത്തിന്റെയും ഹൃദയം നിറയ്ക്കുന്ന പ്രവൃത്തി അന്തേവാസികളിൽ വിസ്മയവും കൗതുകവും നിറച്ചു. കിളികൾ വെള്ളം കുടിക്കുന്നത് അന്തേവാസികളിലെ പലരും മിനിറ്റുകളോളം നോക്കി നിന്നു. തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു. കേന്ദ്ര സർവകലാശാല സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൃദ്ധസദനം സൂപ്രണ്ട് പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു.
കേന്ദ്ര സർവകലാശാല സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ സരുൺ, മനിഷ, കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി സ്വസ്തിക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. റിയാസ് മൗലവി വധത്തിന് 2ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ ഉദ്ദേശം ഫാസിസമാണ്, ഹിന്ദുത്വമല്ല. അവരുടെ അജണ്ടയിൽ വാസ്തവത്തിൽ ഹിന്ദുമതത്തോടുള്ള സ്നേഹമല്ല. ഹിന്ദുമതത്തോടുള്ള സ്നേഹമാണെങ്കിൽ ഹേ റാം എന്ന് വിളിച്ച് തികഞ്ഞ ഹിന്ദുവായിട്ടുള്ള, തികഞ്ഞ ഹൈന്ദവനായിട്ടുള്ള മഹാത്മാഗാന്ധി അവർ കൊല്ലുമായിരുന്നു. തങ്ങൾക്കെതിരായി ആര് സംസാരിച്ചിട്ടുണ്ടോ, തങ്ങൾക്കെതിരായി ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ, തങ്ങൾക്കെതിരായി ആരെങ്കിലും നിലകൊള്ളുന്നോ, അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളുടെ ഒരജണ്ടയാണ്. ഉളിയത്തടുക്കയിൽ നടന്ന ജാഗ്രതാ സദസ്സിൽ സഹീർ ആസിഫ് അധ്യക്ഷത വഹിച്ചു. മൻസൂർ അറന്തോട്, MM കടവത്ത്, K അബ്ദുള്ള കുഞ്ഞി, നാസർ ചായിൻഡടി, ഹാരിസ് പറ്റ്ല, മൻസൂർ മല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സാംസ്കാരിക സമന്വയത്തിന്റെ രൂപീകരണവും ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനവും റിയാസ് മൗലവി അനുസ്മരണവും നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സമന്വയത്തിന്റെ രൂപീകരണവും ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ റിയാസ് മൗലവി അനുസ്മരണവും നടന്നു. ഹോട്ടൽ ബെക്കൽ ഇന്റർനാഷണൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. റിയാസ് മൗലവി ആരായിരുന്നു, എന്തിനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നതെല്ലാം കാസർഗോഡ് ജില്ലയിലെ ഏതൊരു പൗരനും ഇന്നറിയാവുന്ന കാര്യമാണ്. മൗലവിയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാടുമായി നല്ല ബന്ധമുള്ള ഒരു മതപണ്ഡിതനാണ്. കാരണം കാഞ്ഞങ്ങാട് പടന്നക്കാട് മദ്രസയിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഏറെക്കാലം ഉണ്ടായിരുന്നു എന്നത് പടന്നക്കാടുള്ള. ചടങ്ങിൽ അഡ്വക്കേറ്റ് B ഷുക്കൂർ അധ്യക്ഷനായി. ഹബീബ് റഹ്മാൻ മുഖ്യ അതിഥിയായി. സയ്യിദ് റൂമി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മഹ്മൂദ് മുറിയനാവി, L സുലൈഖ, PK നിഷാന്ത്, റിയാസ് അമരടുക്കം എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് താലൂക്ക് BD ലേബർ യൂണിയൻ CITU തൊഴിലാളികളുടെ കുടുംബസംഗമം കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ സ്വാധീന ശക്തിയില്ലാത്തതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഈ വികാരത്തെ ഇടതുപക്ഷത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും BJP കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു. ജനങ്ങളുടെ അസംതൃപ്തി ശരിയായി ചൂഷണം ചെയ്തുകൊണ്ട് BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന രീതിയിലൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ RSS എന്ന് പറയുന്ന സംഘടന മുൻകാലങ്ങളിലേക്ക് RSS BJPയെ സഹായിക്കുന്നത് തന്നെയാണ്. RSS BJPയുടെ പുറകിൽ നിന്നുകൊണ്ടാണ് BJPയെ നയിച്ചിരുന്നതെങ്കിൽ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ RSS മുമ്പിൽ നിന്നതുകൊണ്ട് തന്നെ BJPയെ നയിക്കുന്ന സ്ഥിതിയാണ്. M ലളിത അധ്യക്ഷത വഹിച്ചു. A ഭാസ്കരൻ, V സുരേന്ദ്രൻ, K കുഞ്ഞിരാമൻ, M സരോജിനി, A നാരായണൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ വിജയിപ്പിക്കുവാൻ കുടുംബസംഗമത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനമായി. 9 നാളുകളിലായി നടന്ന ആഘോഷം പൂരം കുളിയോടെയാണ് സമാപിച്ചത്. 9 നാളിന്റെ വൈവിധ്യമാർന്ന ചടങ്ങുകൾക്ക് ശേഷം വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരാഘോഷത്തിന് സമാപനം. മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരം നാൾ വരെയുള്ള 9 ദിവസങ്ങളിലായാണ് പൂരോത്സവം കൊണ്ടാടുന്നത്. തറവാടുകളിലും ദേവീക്ഷേത്രങ്ങളിലും കാവുകളിലും ആചാരസമ്പുഷ്ടമായ ഒട്ടേറെ ചടങ്ങുകളും നടന്നു. കാമദേവന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പൂരോത്സവത്തിന്റെ പുരാവൃത്തം. ഒരിക്കൽ പരമശിവന്റെ മനസ്സിലാക്കാൻ പൂവമ്പു തൊടുത്ത കാമദേവനെ മഹാദേവൻ ദഹിപ്പിച്ചു കളയുകയുണ്ടായി. പിന്നീട് കന്യകമാരുടെയും കാമദേവന്റെ പത്നിയായ രതിയുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയാൽ മനസ്സലിഞ്ഞ മഹാദേവൻ രതിയെ ശമ്പരന്റെ കോട്ടയിൽ ചെന്ന് താമസിപ്പിച്ച് മലരമ്പനെ സേവിച്ച് പൂജ ചെയ്യാൻ നിർദ്ദേശിച്ചു. പാർവതിയും രതിയും മറ്റു ദേവകന്യകളും ചേർന്ന് കാമദേവന്റെ സങ്കല്പരൂപമുണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി.
ശേഷം കാമദേവൻ പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഈ സങ്കല്പം മുൻനിർത്തിയാണ് കന്യകമാർ 9 ദിവസം കാമദേവനെ പൂജിച്ച് പൂരമഹോത്സവം ആചരിക്കുന്നത്. കന്യകമാർക്ക് ഓരോ പൂരക്കാലവും വ്രതാനുഷ്ഠാനത്തിന്റേതാണ്. പൂരം കുളിയുടെ ഭാഗമായി തറവാടുകളിൽ കാമരൂപമുണ്ടാക്കി പൂരച്ചോറും ഓട്ടുമങ്ങണത്തിൽ ചുട്ടപ്പവും നേരിച്ച് എനിയത്തെ കൊല്ലവും നേരത്തെ കാലത്തെ എത്തണേ കാമ എന്ന് ആശ്ലേഷിച്ച് കാമനെ യാത്രയാക്കുന്ന ചടങ്ങുകളും നടന്നു. രാവ് പകലാക്കി പൂരക്കളിയും മറത്തുകളിയും നടന്നു. ദേവീപ്രീതിക്കായി തെരുവുകളിൽ ശാലിയപ്പൊറാട്ടും അരങ്ങേറി. ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ പൊറാട്ടുവേഷങ്ങൾ തെരുവുകൾ കീഴടക്കി. കാഞ്ഞങ്ങാട്ട് തെരുവത്തറയിൽ ഭഗവതി ദേവാലയത്തിലും വെള്ളിക്കോത്ത് തെരുവിലും ശാലിയ പൊറാട്ട് നടന്നു. പുരാണ കഥാപാത്രങ്ങളും സമകാലിക സംഭവങ്ങളുമെല്ലാം പൊറാട്ടിന്റെ ഭാഗമായി. ഭാഷയും ശരീരവും മറന്ന് അഹം ഇല്ലാതാക്കുന്ന ശാലിയ പൊറാട്ട് അനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരാതെ ഇത്തവണയും നടന്നു. മികച്ച മദ്രസയ്ക്കുള്ള കൂട്ടുമല ബാപ്പു മുസ്ലിയാർ സ്മാരക അവാർഡിന് അർഹമായ ഉദുമ പടിഞ്ഞാർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസയെ അനുമോദിക്കുന്ന ചടങ്ങും പൊതുസമ്മേളനവും വെള്ളിയാഴ്ച നടക്കും. ഉദുമ പടിഞ്ഞാർ മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയും അൽ മദ്രസത്തുൽ ഇസ്ലാമിയ PTA കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാർച്ച് 22-ന് അൽ മദ്രസത്തുൽ ഇസ്ലാമിയ അങ്കണത്തിൽ നടക്കുന്ന അനുമോദന യോഗം EK മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ KK അബ്ദുല്ല ഹാജി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വെച്ച് ഉദുമ പടിഞ്ഞാർ മുഹിയുദ്ദീൻ ജമാഅത്ത് UAE കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജമാഅത്ത് കമ്മിറ്റിക്കും മദ്രസ PTA കമ്മിറ്റിക്കും ഉപഹാര സമർപ്പണവും ഉസ്താദുമാർക്ക് ക്യാഷ് അവാർഡുകളും നൽകും. തുടർന്ന് റബീബുള്ള പുൽപ്പറ്റ നയിക്കുന്ന ടീം ഇഷൽ മർഹബ അവതരിപ്പിക്കുന്ന ബുർദ, ഗവ്വാലി, മാപ്പിളപ്പാട്ട്, മദ്ഹെ മദീന എന്നീ പരിപാടികളും അരങ്ങേറും. 2019 മാർച്ച് 22 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ വിവിധ പരിപാടികളോടുകൂടി വലിയൊരു അനുമോദന ചടങ്ങ്. അത് ഈ മദ്രസ മാനേജ് ചെയ്യുന്നത് ഉദുമ പടിഞ്ഞാർ മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയും അൽ മദ്രസത്തുൽ ഇസ്ലാമിയ PTA കമ്മിറ്റിയുമാണ്. ഈ 2 കമ്മിറ്റികൾ സംയുക്താഭിമുഖ്യത്തിൽ ഈ മദ്രസയ്ക്ക് 2ാം സ്ഥാനം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നീലേശ്വരം പള്ളിക്കര സംയുക്ത ഖാദി EK മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ്. സമസ്ത മുഷാവർ അംഗം കൂടിയാണ് അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. KK അബ്ദുല്ല ഹാജി, ഷാഫി ഹാജി സ്പീഡ്വേ, അബൂബക്കർ മൗലവി വിളയിൽ, മുഹമ്മദ് ഹാഷിം CA, ഷാഹിദ് KM, അബ്ദുൽ റഹ്മാൻ സഫർ, KV മുഹമ്മദ് കുഞ്ഞി ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് അഡ്കത്ത് ബൈൽ ഹൊസ്മനെ ശ്രീ ബ്രഹ്മ ബൈദർക്കള ഗരടി പുനഃപ്രതിഷ്ഠ വാർഷികവും ബ്രഹ്മബലി ബൈദർക്കള നിയമോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഒഴുകിയെത്തിയത്. ചൊവ്വാഴ്ചയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തിന്റെ ഭാഗമായി കാവുമഠം ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ് പട്ടേരിയുടെ കാർമ്മികത്വത്തിൽ വിവിധ ധാർമ്മിക പരിപാടികൾ നടന്നു. ബുധനാഴ്ച ക്ഷേത്രത്തിൽ ഭക്തിയുടെ ഉത്സവമൊരുക്കി ബൈദർക്കള പ്രദർശനം നടന്നു. തുടർന്ന് ബ്രഹ്മബലിയും ബൈദർക്കള രംഗപ്രവേശവും നടന്നു. പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തരാണ് എത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ മായന്താള ദേവിയുടെ പ്രദർശനം നടന്നു. പൂജാരികളുടെ സെറ്റ്, ബൈദർക്കള സെറ്റ്, തുടർന്ന് പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളോടെ ഉത്സവത്തിന് സമാപനം കുറിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ജില്ലാ സമ്മേളനം ബദിയടുക്ക ശ്രീ ഗണേശ മന്ദിരത്തിൽ നടന്നു. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് ഉദ്ഘാടനം ചെയ്തു. ನನಗೆ ಅದರಲ್ಲೇ ಪಾಲ್ಗೊಳ್ಬೇಕಾಗ್ತದೆ. ಹಾಗೆ ಅದರ ಸಂಘಟಕ ಸಮಿತಿಯಲ್ಲೂ ಇರುವಂತವರಾಗಿರ್ತಾರೆ. ನಮಗೆ ಗೊತ್ತಿದೆ, ನಮ್ಮ ಬದಿಯಡ್ಕ ಪ್ರದೇಶದಲ್ಲಿ ಹಾಗೆ ಅನೇಕ ಜನರು ವಯಸ್ಕರಾದವರು ಇದ್ದಾರೆ. ಹಾಗೆ ಸೀನಿಯರ್ ಸಿಟಿಸನ್ ಆದವರು ಅವರೆಲ್ಲರೂ ಕೂಡ ಈ ಬದಿಯಡ್ಕ ಪ್ರದೇಶದಲ್ಲಿ ಒಂದು ಯೂನಿಯನ್ ಅನ್ನು ಕೂಡ ಮಾಡಿಕೊಂಡು ಅದು ಇರುವಂತಹ ಜನರಿಗೆ ಅಲ್ಲ, ಹಾಗೆ ಜಿಲ್ಲಾ ಕಮಿಟಿಯಲ್ಲಿರುವಂತಹ ಜನರಿಗೂ ಕೂಡ ಅನೇಕ
ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺസ് ഫോറം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി സമ്മേളന മാഗസിൻ പ്രകാശനം ചെയ്തു. വേദിയിൽ വെച്ച് മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന സമ്മേളനം ഈ മാസം 23-ന് ഷൊർണൂരിൽ നടക്കും. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ഓഫീസുകൾ ബലാത്സംഗ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുമുന്നണിയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും രമേശ് ചെന്നിത്തല. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 23-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയതായും കളക്ടർ. സർവകലാശാലയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും സെന്റർ ഫോർ ജെറന്റോളജിയും പരവനടക്കം ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹ്യ സേവനത്തിന്റെയും നന്മയുടെയും പാഠങ്ങൾ പകർന്നു നൽകിയ പരിപാടി അന്തേവാസികൾക്ക് നവ്യാനുഭവമായി മാറി. റിയാസ് മൗലവി വധത്തിന് 2ാം വാർഷിക ദിനം. മുസ്ലിം യൂത്ത് ലീഗ് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കാസർഗോഡ് താലൂക്ക് BD ലേബർ യൂണിയൻ CITU തൊഴിലാളികളുടെ കുടുംബസംഗമം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനമായി. 9 നാളുകളിലായി നടന്ന ആഘോഷം പൂരം കുളിയോടെ സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.